ഇന്ത്യയിൽ ഇതുവരെ സൈക്കോളജി പ്രാക്ടീസിന് സമഗ്രമായ ഒരു ലൈസൻസിങ് സമ്പ്രദായം തുടങ്ങിയിട്ടില്ല. ഇതുകൊണ്ട് ഒരുപാട് അനധികൃതമായ സൈക്കോളജി ദുരുപയോഗങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ നേരിട്ട് അറിയാനിടയായ കുറച്ച് കേസുകൾ പറയാം. വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നു. അയാൾ ഒരു പ്രസ് നടത്തുന്ന ആളാണ്. അയാൾ മാനസിക രോഗ ചികിത്സയ്ക്ക് ഒരു യന്ത്രം കണ്ടുപിടിച്ചു. അത് പരിശോധിച്ചിട്ട് അത് യഥാർത്ഥത്തിൽ മനോരോഗ ചികിത്സയ്ക്ക് പ്രയോജനപ്പെടും എന്ന് സർട്ടിഫൈ ചെയ്യണം എന്നുള്ള ആവശ്യവുമായിട്ടാണ് അയാൾ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൽ വന്ന് അന്നത്തെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിനെ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എനിക്ക് താല്പര്യമുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ വിളിച്ച് പറഞ്ഞു, ഇയാളുടെ കൂടെ പോയി ഇയാൾ കണ്ടുപിടിച്ച യന്ത്രം ഒന്ന് നോക്കണം. അപ്പോൾ ഇയാളുടെ കൂടെ ഞാൻ ഇയാളുടെ താമസ സ്ഥലത്ത് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾക്ക് കുഴപ്പമാണെന്ന്. കാരണം ഇയാൾ ജീവിക്കുന്ന മുറിയിൽ തന്നെയാണ് ഇയാളുടെ ക്ലോസറ്റൊക്കെ വെച്ചിരിക്കുന്നത്. ഏതായാലും ഇയാളൊരു യന്ത്രം ഉണ്ടാക്കിയത് കാണാം, മാനസിക രോഗ ചികിത്സയ്ക്ക് ഇതെങ്ങനെ പ്രയോജനപ്പെടും എന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇയാൾ ഒരു യന്ത്രം ഓൺ ചെയ്തു. അത് ഒരു ഇലക്ട്രിസിറ്റി കൊണ്ട് വർക്ക് ചെയ്യുന്ന യന്ത്രമാണ്. അത് കുറേ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ട്, കുറേ ലൈറ്റൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരാളെ ഇരുത്തിയാൽ അയാളുടെ മാനസിക രോഗം ഏതായാലും മാറുമെന്നാണ് ഇയാൾ പറയുന്നത്. ഞാൻ ചോദിച്ചത് ഇതുകൊണ്ട് എങ്ങനെയാണ് മാനസിക രോഗം മാറുന്നത്? ഇത് മാറും. അത് ഞാൻ ഒരുപാട് പേരെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേരുടെ പലതരത്തിലുള്ള മാനസിക രോഗങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്കെന്തോ ചെറിയ പ്രശ്നമാണ്, നിങ്ങൾക്കൊരു മെഷീൻ ഒബ്സഷനുണ്ട്. നിങ്ങൾ തൽക്കാലം ഇതൊക്കെ വിട്ട് വേറെ എന്തിലെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്യുക. നിങ്ങൾ പ്രസ് നടത്തുകയല്ല, അത് നടത്തിയാൽ മതി. വളരെ വർഷങ്ങൾക്ക് ശേഷം തിരുവനന്തപുരത്ത് ഒരാൾ ഒന്ന് മാനസിക ചികിത്സാ കേന്ദ്രം തുടങ്ങുന്നു. അപ്പോൾ പലരും ഇയാളെപ്പറ്റി എന്നോട് പറഞ്ഞപ്പോൾ ഒന്ന് കണ്ടുകളാമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഇത് പഴയ ആളാണ്. അപ്പോൾ അയാൾ പഴയ മെഷീൻ തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ വലുതാക്കിയിട്ടുണ്ട്, കൂടുതൽ ലൈറ്റും കൂടുതൽ ശബ്ദങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുറേ വർഷമായിട്ട് നിങ്ങളെപ്പറ്റി ഒന്നും കേൾക്കാനില്ലായിരുന്നല്ലോ. അപ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്നു, മനഃശാസ്ത്രം പഠിച്ചു. ഇപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ മാനസിക ചികിത്സാ കേന്ദ്രം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അമേരിക്കയിൽ പോയിട്ട് പുതുതായിട്ട് നിങ്ങൾ എന്താണ് പഠിച്ചത്? അതെല്ലാം പഠിച്ചു. അപ്പോൾ പഴയ മെഷീൻ തന്നെയാണല്ലോ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു അത് വർക്ക് ചെയ്യുമെന്ന് ഞാൻ അമേരിക്കയിൽ വെച്ച് തെളിയിച്ചു. അവിടെയുള്ള എല്ലാവരും സമ്മതിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ പറഞ്ഞു, ഒരാൾക്ക് മാനസിക രോഗമായിട്ട് വന്നാൽ എനിക്ക് മാനസിക രോഗമില്ല എന്ന് 100 പ്രാവശ്യം എഴുതിയാൽ അയാളുടെ മാനസിക രോഗം ഏതായാലും മാറും. അതും കൂടെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മാനസിക രോഗം ഇല്ല എന്ന് എഴുതിയാൽ എങ്ങനെയാണ് മാറുന്നത്? അപ്പോൾ അത് ബിഹേവിയറിസമാണ്, അത് റീഎൻഫോഴ്സ്മെൻറ്റ് തിയറിയാണ്. ഈ 100 പ്രാവശ്യം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും മാനസിക രോഗം കുറേശ്ശെ മാറും. 100 പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ പൂർണ്ണമായിട്ടും മാറും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് ഓരോ സജഷനും അതിൻ്റെ കൗണ്ടർ സജഷൻ കൂടെ ഉണ്ട്. 100 പ്രാവശ്യം എഴുതുമ്പോൾ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും ഞാൻ മാനസിക രോഗമുണ്ട്, അതുകൊണ്ടാണ് ഇത് എഴുതുന്നത് എന്നുള്ള ചിന്ത കൂടെ വരും. അപ്പോൾ 100 പ്രാവശ്യം എഴുതുമ്പോൾ എനിക്ക് മാനസിക പ്രശ്നം ഉള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ മെനക്കെട്ട് 100 പ്രാവശ്യം എഴുതേണ്ടി വന്നത്. അതുകൊണ്ട് അത് കൂടുതൽ ഉറക്കേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്താൽ സമ്മതിക്കുകയില്ല. സാറിന് എന്താ അറിയാം, ഞാൻ അമേരിക്കയിൽ പോയി മനഃശാസ്ത്രത്തിൽ ഡിഗ്രി എടുത്തതാണ്.
അപ്പോൾ ഒന്നും പറയാതെ ഞാനിങ്ങ് പോന്നു. അപ്പോൾ ഈ എന്തെങ്കിലുമൊക്കെ കാണിച്ചാൽ അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാളുടെ മെഷീൻ ഒരു വലിയ സജഷനാണ്. ഇത്രയധികം ലൈറ്റുകളും ഇത്രയധികം സൗണ്ടുകളും ഒക്കെ ഉള്ള മെഷീനിൽ ഇരുത്തുമ്പോൾ ഒരു സജഷൻ വർക്ക് ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ അങ്ങനെയാണെങ്കിൽ ഈ കയ്യിൽ രക്ഷ കിട്ടിയാലും മതിയല്ലോ. കാരണം ഒരാൾ മതവിശ്വാസമുണ്ട്, പള്ളിയിൽ പോയി അച്ഛൻ പ്രാർത്ഥിച്ച് വെള്ളം തെളിക്കുന്നു, അല്ലെങ്കിൽ ഒരു നമ്പൂതിരി ജപിച്ച് കയ്യിൽ രക്ഷ കെട്ടി കൊടുക്കുന്നു. ഇതൊക്കെയല്ലേ കൂടുതൽ എഫക്റ്റീവായിട്ടുള്ള സജഷൻ. അപ്പോൾ പറഞ്ഞത് ഈ മെഷീനാണ് കൂടുതൽ സജസ്റ്റീവായിട്ടുള്ള മെത്തേഡ്. കാരണം ഇത് സയൻറ്റിഫിക് ആണെന്ന് ആളുകൾക്ക് മനസ്സിലാവും. അപ്പോൾ അമ്പലത്തിലും പള്ളിയിലൊക്കെ പോയാൽ അത് വെറും വിശ്വാസമാണ്. ഇത് മെഷീൻ ആയതുകൊണ്ട് സജഷൻ കൂടുതലായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്താലും ഈ സജഷൻ കൊണ്ട് പെർമനൻ്റായിട്ട് ഒരു പ്രശ്നവും തീരെയില്ല. സജഷനൊക്കെ വളരെ ടെമ്പററി എഫക്റ്റേ ഉള്ളൂ. അത് സജഷൻ്റെ എഫക്റ്റ് കുറച്ച് ദിവസം കഴിയുമ്പോൾ വെയർ ഓഫ് ചെയ്യും. അപ്പോൾ പൂർവാധികം ശക്തിയായിട്ട് സിംറ്റം തിരിച്ചു വരും. ഇതാണ് സാധാരണ കണ്ടുവരാറുള്ളത്. അപ്പോൾ എന്ത് പ്രശ്നം കൊണ്ടാണ് ഈ സിംറ്റം ഉണ്ടായതെന്ന് മനസ്സിലാക്കുകയും ആ പ്രശ്നം മാറ്റുകയും ചെയ്താൽ മാത്രമേ സ്ഥായിയായ പരിഹാരം ഉണ്ടാവൂ എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. പിന്നെ ഒരാൾ ഷോക്ക് തെറപ്പി കൊടുക്കുന്നു. അയാൾ സൈക്യാട്രിസ്റ്റ് അല്ല, പക്ഷെ മനഃശാസ്ത്രം പഠിച്ച ആളെന്നാണ് ക്ലെയിം ചെയ്യുന്നത്. അയാൾ ഒരാളുടെ കയ്യിൽ 5000 രൂപയാണ് വാങ്ങിക്കുന്നത് ഷോക്ക് തെറപ്പിക്ക്. അപ്പോൾ ഈ മനഃശാസ്ത്രജ്ഞൻ എങ്ങനെ ഷോക്ക് തെറപ്പി കൊടുക്കാൻ നോക്കും എന്നറിയാൻ വേണ്ടി ഞാൻ പോയി ഒരു അന്വേഷണം നടത്തി. ഈ ഷോക്ക് തെറപ്പി എന്ന് പറയുന്നത് പണ്ട് സൈക്യാട്രിയിൽ ധാരാളമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മെത്തേഡാണ്. അതായത് നെറ്റിയിൽ 2 ഇലക്ട്രോഡ് വെച്ചിട്ട് അതിൽ കൂടെ ഒരു കറണ്ട് പാസ് ചെയ്യും ഒരു ചെറിയ സമയത്തേക്ക്. അപ്പോൾ ഈ ഒരു എപ്പിലെപ്റ്റിക് ഫിറ്റ് ഉണ്ടാകും. ഈ ഫിറ്റ് ഉണ്ടാകുന്നത് വഴി കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ചിലപ്പോൾ കഠിനമായ ഡിപ്രഷനൊക്കെ മാറിയെന്ന് വരും താൽക്കാലികമായിട്ട്. ചിലപ്പോൾ ഈ സ്കിസോഫ്രീനിയയിലുമൊക്കെ ചെറിയ മാറ്റം വന്നെന്ന് വരാം താൽക്കാലികമായിട്ട്. ഇതാണ് ഷോക്ക് തെറപ്പി. ഇത് ഒരു സൈക്യാട്രിസ്റ്റിന് മാത്രമേ ചെയ്യാൻ അനുവാദമുള്ളൂ. മനഃശാസ്ത്രജ്ഞന് ഇങ്ങനെയുള്ള ശാരീരിക ചികിത്സകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ മനഃശാസ്ത്രജ്ഞൻ എന്ന് അവകാശപ്പെടുന്ന ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഇയാൾ 5000 രൂപ വാങ്ങിച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് കേട്ടത്. ഞാൻ പോയി ശരിയായിട്ടൊരു അന്വേഷണം നടത്തിയപ്പോൾ ഇയാൾ ചെറിയ ഒരു യന്ത്രം വാങ്ങിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളുടെ കയ്യിൽ ഒരു ചെറിയ ഷോക്ക് അടിപ്പിക്കാം. ഇതാണ് ഇയാൾ ചെയ്യുന്നത്. അതായത് സൈക്യാട്രിസ്റ്റ് ചെയ്യുന്നത് പോലെ ഒരു നെറ്റിയിൽ ഇലക്ട്രോഡ് വെച്ചിട്ട് 230 വോൾട്ടിലുള്ള ഒരു കറണ്ടൊന്നുമല്ല അടിക്കുന്നത്. ഇത് ചെറിയ ഒരു കയ്യിൽ ഒരു ചെറിയ മൈൽഡ് ഷോക്കാണ് അടിക്കുന്നത്. അപ്പോൾ ഈ ചില ആളുകൾ ഇയാളോട് കുറച്ചൊക്കെ അറിയാവുന്നവർ ചോദിക്കും, ഈ കയ്യിൽ ഷോക്ക് അടിച്ചാൽ എങ്ങനെയാണ് അസുഖം മാറുന്നത്? അപ്പോൾ ഇയാൾ പറയുന്നത് ബിഹേവിയറിസ്റ്റിക് തിയറിയാണ്. ഇത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റാണ്. നിങ്ങൾ അസുഖമായിട്ടാണല്ലോ വരുന്നത്. അപ്പം ഞാനൊരു ചെറിയ പണിഷ്മെൻറ്റ് തരികയാണ്. അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് നിങ്ങളുടെ അസുഖം മാറും. പിന്നെ നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യേണ്ട, ഞാൻ മനഃശാസ്ത്രം പഠിച്ചതാണ്. ഇതാണ് ഷോക്ക് തെറപ്പി. അപ്പോൾ ഇങ്ങനെ എന്ത് അസുഖം ഉണ്ടെങ്കിലും ഒരു ഷോക്ക് അടിച്ചാൽ മാറുമെന്ന് ഒരു ബിഹേവിയറിസ്റ്റിക് തിയറിയും പറയുന്നില്ല. നേരെ മറിച്ച് ഈ ഒരു ഇൻസൈറ്റിങ് സ്റ്റിമുലൈ ആ സിറ്റുവേഷൻ കൂടുതൽ റീഇൻഫോഴ്സ് ചെയ്യുകയേ ഉള്ളൂ എന്ന് തന്നെയല്ല. ഈ ഷോക്ക് അടിച്ചാൽ വെറുതെ ഒരു മൈൽഡ് ഷോക്ക് ഇതാർത്തെങ്കിലും അടിച്ചാൽ എൻ്റെ അസുഖം മാറുമെങ്കിൽ പിന്നെ വേറൊന്നിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇയാൾ 5000 രൂപ വാങ്ങിച്ചിട്ടാണ് ഈ ഒരു വരുന്ന ആളുടെ ദേഹത്ത് ഒരു ചെറിയ ഷോക്ക് അടിക്കുന്നത്. അപ്പോൾ ഈ ഷോക്ക് തെറപ്പി എന്ന് കേട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി ആളുകൾക്ക് പല തെറ്റിദ്ധാരണകളുമുണ്ട്.
ഈ പലരും പണ്ട് വിചാരിച്ചിരുന്നത് ഈ ECT എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ഇലക്ട്രിക് ഊർജം ശരീരത്തിൽ കയറ്റി വിടുന്നതാണ്. ഇതുകൊണ്ട് ശരീരത്തിൻ്റെ ഊർജത്തിൻ്റെ കുറവെല്ലാം നികന്നു കിട്ടും എന്നും പറഞ്ഞ് സൈക്യാട്രിസ്റ്റിന് ഒരുപാട് പൈസയൊക്കെ കൊടുത്ത് എങ്ങനെയെങ്കിലും ഷോക്ക് തെറപ്പി തരണം എന്നൊക്കെ ആവശ്യപ്പെടുന്ന പേഷ്യൻസ് വരെ പണ്ടുണ്ടായിരുന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇതൊരു എപ്പിലെപ്റ്റിക് ഫിറ്റ് ഇൻഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കൂടുതൽ സൈക്യാട്രിക് മരുന്നുകൾ ഇറങ്ങിയതോടെ ഇന്നിപ്പോൾ ECT വളരെ അപൂർവമായിട്ടേ കൊടുക്കാറുള്ളൂ. തന്നെയല്ല, ചില രാജ്യങ്ങളിൽ ECT നിയമം മൂലം നിരോധിച്ചിട്ട് വരെയുണ്ട്. അപ്പോഴാണ് ഒരു സൈക്കോളജിസ്റ്റ് ഷോക്ക് തെറപ്പി എന്നുള്ള പേരിൽ ഒരാളുടെ ദേഹത്ത് എവിടെയെങ്കിലും ഒരു മൈൽഡ് ഷോക്ക് അടിപ്പിച്ചിട്ട് 5000 രൂപ വെച്ച് വാങ്ങിക്കുന്നു. ഇങ്ങനെ നിരവധി പേര് ഓരോ തരത്തിലുള്ള തട്ടിപ്പുകൾ ഇങ്ങനെ നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലൈസൻസിങ് സിസ്റ്റം വളരെ ആവശ്യമാണ്. അപ്പോൾ ഈ തട്ടിപ്പ് നടത്തുന്നത് ഈ മനഃശാസ്ത്രം പഠിച്ചിട്ടില്ലാത്തവർ മാത്രമല്ല, ഒരുപക്ഷെ മനഃശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്നവർ തന്നെയും ചിലപ്പോൾ അമിതമായിട്ട് പൈസ വാങ്ങിക്കുക തുടങ്ങിയ തട്ടിപ്പിനൊക്കെ കാണിച്ചെന്ന് വരാം. അപ്പോൾ ഒരു ലൈസൻസിങ് സിസ്റ്റം ഇപ്പോൾ ഉള്ള ലൈസൻസിങ് സിസ്റ്റം ഒരാൾക്ക് സ്ഥിരമായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം കൊടുക്കുകയല്ല. നേരെ മറിച്ച് 5 വർഷത്തേക്കാണ് ഈ അനുവാദം കൊടുക്കുന്നത്. പിന്നെ ഈ 5 വർഷത്തിനകം ഇയാൾ ഒരു കോൺഫറൻസെങ്കിലും അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ ചില രാജ്യങ്ങളിൽ ഈ ലൈസൻസ് റിന്യൂ ചെയ്യണമെങ്കിൽ ഒരു പരീക്ഷ എഴുതണം. ഈ സബ്ജക്റ്റിൽ ഏറ്റവും പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുത്തണം. ആ പരീക്ഷ പാസ്സായെങ്കിൽ മാത്രമേ ലൈസൻസ് റിന്യൂ ചെയ്ത് കൊടുക്കുകയുള്ളൂ. ചുരുക്കത്തിൽ ഒരു ഫീൽഡിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള അറിവും പരിചയവും ഉണ്ടെങ്കിൽ മാത്രമേ ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്താൽ ലൈസൻസിങ് അതോറിറ്റിയോട് പറയുകയാണ് ഇയാൾ മോശമായിട്ട് പെരുമാറി, അല്ലെങ്കിൽ ഇയാൾ അമിതമായിട്ട് ചാർജ് ചെയ്തു, പിന്നെ ഇയാൾ ഇതൊക്കെയാണ് ട്രീറ്റ്മെൻ്റ് എന്നുള്ള പേര് ചെയ്തത് എന്നൊക്കെ കംപ്ലൈൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ലൈസൻസിങ് അതോറിറ്റി ലൈസൻസ് വിഡ്രോ ചെയ്യും. തന്നെയല്ല, ലൈസൻസിങ് അതോറിറ്റിക്ക് വേണമെങ്കിൽ പോലീസിന് ഇൻഫർമേഷൻ കൈമാറുകയും ചെയ്യാം. അപ്പോൾ ഈ ലൈസൻസിങ് സിസ്റ്റം എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതാണ്. അവർ ചതിക്കപ്പെടാതിരിക്കാനായിട്ടുള്ള ഒരു അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ പ്രൊഫഷണൽ ലൈസൻസിങ് എന്ന് പറയുന്നത്. ഞാൻ കുറേ വർഷം മുമ്പ് UGC സൈക്കോളജി പാനലിൻ്റെ അംഗമായിരുന്നു. ഞങ്ങൾ ഈ പ്രശ്നം ഡിസ്കസ് ചെയ്തു. അങ്ങനെ ഒരു പ്രൊഫഷണലൈസ്ഡ് സൈക്കോളജി കോഴ്സ് ഉണ്ടാകണം എന്ന് ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ ഒരു പ്രൊഫഷണൽ സൈക്കോളജി കോഴ്സിന് നമ്മൾ രൂപം കൊടുത്തു. അപ്പോൾ BSci, MSci, DSci, അപ്പോൾ ഗ്രാജുവേറ്റ് ലെവൽ, പോസ്റ്റ് ഗ്രാജുവേറ്റ് ലെവൽ, ഡോക്ടറേറ്റ് ലെവൽ, ഇങ്ങനെ പ്രൊഫഷണൽ ഡിഗ്രീസും കൊടുക്കണം. പ്രൊഫഷണലൈസ്ഡ് സൈക്കോളജി കോഴ്സ് വേണം. പിന്നെ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ള ആളുകളെ വേണം സൈക്കോളജി പഠിക്കാനായിട്ട് സെലക്ട് ചെയ്യാൻ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളൊരു പരിപാടി നിർദ്ദേശിച്ചു. അപ്പോൾ UGC ഇത് എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും അയച്ചു. പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ യൂണിവേഴ്സിറ്റികളിൽ എത്തുന്നതിന് മുമ്പേ ആരുമൊക്കെ യൂണിവേഴ്സിറ്റികളിലെല്ലാം പോയി പറഞ്ഞു സൈക്കോളജി കോഴ്സുകളുടെ എല്ലാം പേര് സയൻസാക്കി മാറ്റണം, BSc, MSc, DSc എന്ന് മാറ്റണം എന്ന് പറഞ്ഞ് ഇവരുടെ നിർബന്ധം കൊണ്ട് പല യൂണിവേഴ്സിറ്റികളിലും ഈ മാറ്റം വരുത്തുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് UGCയുടെ കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അപ്പോഴത്തേക്കും ഡിഗ്രി പേരുകളെല്ലാം ഓൾറെഡി യൂണിവേഴ്സിറ്റികൾ മാറ്റിക്കഴിഞ്ഞു. അതുകൊണ്ട് വീണ്ടും BSci, DSci, MSci എന്ന് മാറ്റാനായിട്ട് യൂണിവേഴ്സിറ്റികളൊന്നും തയ്യാറായില്ല. ഇപ്പോൾ ഒരു പുതിയ കമ്മീഷൻ വന്നിട്ടുണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ
അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്ന് പറഞ്ഞൊരു പുതിയ കമ്മീഷൻ വന്നിട്ടുണ്ട്. അവർ പുതിയ സൈക്കോളജി സിലബസുകൾ നിർദ്ദേശിക്കുന്നുണ്ട്. അവർ ഒരു ലൈസൻസിങ് അതോറിറ്റിയായിട്ട് മാറുമെന്നാണ് പറയുന്നത്. ഇപ്പം അവരും ഈ കോഴ്സ് നെയിംസ് BSI, DSI, MSI എന്ന് മാറ്റണം എന്ന് നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ആരെങ്കിലും പോയി ഈ പഴയതുപോലെ BA MA എന്ന് ആക്കി മാറ്റണമെന്ന് യൂണിവേഴ്സിറ്റികളെ നിർബന്ധിക്കുമെന്ന് അറിഞ്ഞുകൂടാ. ഈ സൈക്യാട്രിസ്റ്റുകൾക്ക് സൈക്കോളജി ഒരു ഇൻഡിപെൻഡൻറ്റ് പ്രൊഫഷനായിട്ട് വരുന്നതിൽ യാതൊരു എതിർപ്പുമില്ല. ഇപ്പോൾ സൈക്കോളജിക്കാരെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് ഓർഗനൈസേഷണൽ രംഗത്താണ്. ഓർഗനൈസേഷണൽ ബിഹേവിയർ എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസേഷനിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള വരുമാനം ഉള്ളത്. അത് മാർക്കറ്റിംഗ് രംഗത്തും അഡ്വർടൈസിങ് രംഗത്തുമൊക്കെയാണ്, പിന്നെ പേഴ്സണൽ ഗ്രോത്ത് രംഗത്തുമൊക്കെയാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ സ്പെഷ്യലൈസ് ചെയ്ത സൈക്കോളജിക്കാർ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് എന്നുള്ള ഒരു കാറ്റഗറിയിൽ പൂർണ്ണമായിട്ടുള്ള ഒരു ലൈസൻസിങ് സിസ്റ്റം സൈക്കോളജിക്കാർക്ക് കിട്ടുകയില്ല. അത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ കുറച്ച് ഹെൽത്ത് കെയർ രംഗത്ത് പ്രവർത്തിക്കുന്ന സൈക്കോളജിക്കാർക്ക് ലൈസൻസ് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നാഷണൽ കമ്മീഷൻ ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ സിസ്റ്റംസിൽ വരുന്ന ലൈസൻസിങ് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാ സൈക്കോളജിസ്റ്റുകൾക്കും സമഗ്രമായ പ്രാക്ടീസിനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ വികസിത രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ അപ്ലൈഡ് രംഗത്ത് വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാർ സൈക്കോളജിസ്റ്റ് ഇൻ ഇൻഡിപെൻഡൻറ്റ് പ്രാക്ടീസ് എന്നൊരു കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സമഗ്രമായ ഒരു ലൈസൻസിങ് സിസ്റ്റം ഉണ്ടെങ്കിലേ നടപ്പാവും. അതുകൊണ്ട് ഒരു പാരാമെഡിക്കൽ സർവീസായിട്ട് സൈക്കോളജിയെ ലിമിറ്റ് ചെയ്യുന്നത് ശരിയല്ല. എല്ലാ രംഗങ്ങളിലും വർക്ക് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ഒരു ലൈസൻസിങ് സിസ്റ്റമാണ് ഇന്ന് നമ്മുടെ രാജ്യത്തും ആവശ്യമായിരിക്കുന്നത്.